അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. 2007 തോന്നുന്നുണ്ട്. അത് ഞാൻ വളരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തപ്പോൾ ഞാനും പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് ബിസ്മിയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാം. നോക്കുമ്പോൾ ആകെ ഒരു ഞായറാഴ്ചയുള്ളത്. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അന്നെടുത്ത ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ബഷീറാക്കയും അസ്ലം സാഹിബും ഒക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റഹീം സാഹിബ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ നമ്മളെ ക്ലിനിക്ക് 2007 മുതൽ ഇന്ന് 2025 ഈ ഞായറാഴ്ച വരെയായി. ആ ഞായറാഴ്ച തന്നെ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഇതിലുണ്ടാവുന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവായിരുന്നു. ആ ശനിയാഴ്ച ഉപ്പാക്ക് അസുഖമായി. ഞങ്ങൾ മിംസ് പോയി അഡ്മിറ്റ് ചെയ്തു. വളരെ ക്രിട്ടിക്കലായിരുന്നു. ICUലായി, വെൻറ്റിലേറ്ററിലായി. എന്തായാലും അന്ന് നമ്മളൊരു ഉദ്ഘാടനം കൂടി വെച്ചിരുന്നു തോന്നുന്നു. 11 മണിക്കാണ് നമ്മളെ ക്ലാസ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലിനിക്ക് തുടങ്ങണം. ICUയിൽ ഉപ്പയുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാം. ഏതായാലും മിംസിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കയറി ഇവിടെ നിന്നാണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ഇതിനെ ഉഷറാക്ക ഒരു സ്റ്റെത്തുണ്ട് തോന്നുന്നു അല്ലേ, ഒരു സ്റ്റെത്ത് കൊണ്ട് പൊളിഞ്ഞൊരു മേശ അല്ലേ, കുറച്ച് മരുന്ന് അവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ കീസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയുന്ന കുറച്ച് ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നു. അന്ന് ആ കോണിക്കൂട്ടിൽ നല്ല ചൊറുക്കിലൊരു ചെറിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 18 വർഷമായിട്ട് ഇന്ന് നമ്മളെ ക്ലിനിക്ക് എവിടെ എത്തി വെച്ചാൽ ജിമ്മർ മുതൽ മണിപ്പാൽ മുതൽ പല ആശുപത്രികളിലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതിലന്ന് ബഷീറാക്കാൻ്റെ നേതൃത്വത്തിലൊരു തീരുമാനം, അതനുസരിച്ചുള്ള പ്രവർത്തിക്കാനുള്ള ഒരാഗ്രഹവും അതിനുള്ളൊരു ചാട്ടവും കൊണ്ടാണ് നമ്മൾ ബിസ്മിയിലൊരു ക്ലിനിക്ക് എന്ന് തുടങ്ങിയെന്നുള്ളത്. ഇന്ന് ഓരോ ഞായറാഴ്ചയും 60ലധികം രോഗികൾ ക്ലിനിക്കിലും അതിലേറെ രോഗികൾ ഫാർമസിയിലും, ഒരു 100ൻ്റെ അടുത്ത് രോഗികൾ ഫാർമസിയിലും വന്ന് ഒരു 150ഓളം 160ഓളം രോഗികൾ അവർക്ക് കൃത്യമായി മരുന്നും അവരെ ആശ്വാസവും നൽകിക്കൊണ്ട് നമ്മളെ ക്ലിനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കിൻ്റെ കൂടിയിട്ട് 10-18 വർഷക്കാലം കൃത്യമായിട്ട് മുന്നോട്ട് പോകും. വളരെ ചുരുങ്ങിയ ഞായറാഴ്ചകളിൽ മാത്രമേ നമ്മൾ വേറൊരു ഡോക്ടറെ തന്നെ വിളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമുക്ക് കൃത്യമായൊരു ഫാർമസിയിൽ നമ്മൾ 100ഓളം രോഗികൾക്കെന്ന് പറഞ്ഞാൽ ആ രോഗികൾ സാധാരണക്കാരല്ല. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, ഒരു ഭാഗം തളർന്ന രോഗികൾ, പിന്നെ മാരകമായിട്ട് ജന്മന വൈകല്യമുള്ള രോഗികൾ, ഇങ്ങനെ പല രോഗികളും നമ്മളെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. നമുക്കത് എണ്ണിയാൽ തീരുക. ചില അസുഖങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അസുഖങ്ങളൊക്കെ ബുക്കിൽ പഠിച്ചിട്ട് കണ്ടത് ബിസ്മിയിൽ വന്നതിന് ശേഷമാണെന്നുള്ളത്. ഒരു കുടുംബത്തിൽ ഒരാൾക്കുണ്ടായാൽ 4 ആൾക്കും അസുഖമുള്ള ഒരു കുടുംബം. നടന്നു പോകുമ്പോൾ വീണാൽ കാല് പൊട്ടുന്ന രോഗമുള്ള ആൾക്കാർ, പ്രസവ സമയത്ത് തലച്ചോറിൽ ബാധിക്കുന്ന ഒരസുഖത്തിൻ്റെ ഫലമായിട്ട് ജന്മന വൈകല്യമുള്ള ആളുകൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച വന്നൊരു കുട്ടി അങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു അസുഖം അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാകും. അത് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർ തളർന്നു പോയി. അതിനെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ സൈറ്റോമെഗലോ വൈറസ് എന്നൊക്കെ പറഞ്ഞ ഒരു അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയാണ് ആ സംഗതികൾ. അതിൻ്റെ അസുഖം ഇതിന് മുമ്പ് വന്ന ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ ഷിഗല്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ബാക്ടീരിയ ബാധിച്ച് ഈ അസുഖം നമ്മളോട് കാണൽ വളരെ കുറവാണ്. പക്ഷേ എന്താ വെച്ചാൽ അത് ബാധിച്ച് തളർന്നു പോയൊരു കുട്ടി, അവർക്കൊക്കെ ആശ്വാസം നൽകാൻ ബിസ്മിയിലെ ഫിസിയോതെറാപ്പി സെൻറ്ററിനും ക്ലിനിക്കിനൊക്കെ സാധിച്ചു എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഓരോ ഞായറാഴ്ചയും വരുന്ന രോഗികളുടെ എണ്ണം ഇപ്പോൾ നമ്മളിങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ ബഷീറാക്ക പറഞ്ഞാൽ ഈ വീടെടുത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ബഷീറാക്കാക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. രോഗികളെ എത്ര നോക്കി എന്നുള്ള നമുക്കതിൻ്റെ ഒരു കണക്കൊന്നുമില്ല. ഒരുപാട് രോഗികളെ നോക്കി. ഇത് പിന്നെ ചില്ലറ പണിയൊന്നുമല്ല. ഇത് പ്രവാചകന്മാരും അവിടുത്തെ അനുയായികളും ഏറ്റെടുത്തതാണ്. ഇതാണല്ലോ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ. നിങ്ങളിൽ വിഷമിക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂലിന് ഭയങ്കര പ്രയാസമാണ് വിഷമിക്കുന്നവരെ കാണുന്നതെന്നുള്ളത്.
നമ്മളെപ്പോഴും സാധാരണ പറയുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ഏറ്റെടുത്തതിന് ശേഷം രാവിലെ എണീറ്റ് ഒരു വീട്ടിൽ പോവുകയും അവിടെയുള്ള എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഖലീഫയുടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ കേട്ട കഥകളാണ്. ഇത് ആരെന്നറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വീടിനെ ലക്ഷ്യമാക്കി പോകുന്നതും ഒരു കിഴവിയായ സ്ത്രീക്ക് അവരുടെ വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ വീട് അടിച്ചു വൃത്തിയാക്കുകയും അവരുടെ അന്നത്തെ രാവിലത്തെ അവരുടെ വയറ്റിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞതിന് ശേഷമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രവർത്തനത്തിന് പോയി എന്നുള്ളതാണ്. ഇത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന വലിയ പ്രവർത്തനമാണ്. അതിലും വലിയ തിരക്കുള്ള ആരും ഇല്ലല്ലോ ദുനിയാവിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുകൂടെ തിരക്കുള്ള ആരാണ് ഇവിടെ ഉള്ളത്? പ്രവാചകൻ അത് പോട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ദർജയിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃക പിൻപറ്റിയാൽ സ്വർഗം കിട്ടുന്നതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. അവിടുന്ന് അത് കഴിഞ്ഞ് ചില ആളുകൾ മരിച്ചു പോയപ്പോഴാണ്, സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ അല്ലേ ഒരാൾ മരിച്ചു പോയപ്പോഴാണ് ആ വീടുകളിൽ ഈ അരി എത്താത്തപ്പോഴാണ് ഈ മരിച്ചുപോയ മനുഷ്യനാണ് തൻ്റെ വീടുകളിൽ അരി ചുമന്നത്. ഇതൊക്കെ വലിയ വലിയ സ്വഹാബാക്കളാണ്, വലിയ വലിയ പണ്ഡിതന്മാരാണ്. അപ്പം നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ചെറിയ ചെറിയ കൊച്ചു ആൾക്കാരാണല്ലോ. ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നിലക്ക് പലരും പല ജോലി എടുക്കുന്നതിലപ്പുറം നമ്മളൊക്കെ യഥാർത്ഥ സത്യവിശ്വാസികളായി മാറണമെങ്കിൽ ആ പാത നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ടുപോയി നമുക്കിനി ചിറക്കെ സാധാരണ പറഞ്ഞുപോയി ബാക്കട്ട് നോക്കിയാൽ പോയ സമയം നമുക്ക് ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞുപോയി. കഴിഞ്ഞ 25, 55 വർഷം അല്ലെങ്കിൽ 60 വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. ഇനി നമുക്ക് എത്ര കാലം കിട്ടും, എത്ര ഞായറാഴ്ചകൾ കിട്ടും, എത്ര ദിവസങ്ങൾ നമുക്ക് കിട്ടുമെന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വിചാരിച്ച് ബേജാറാകേണ്ട സംഗതിയില്ല. കഴിഞ്ഞു പോയുള്ള തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരവും തൗഫീഖും താക്കത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു പ്രസ്ഥാനത്തെ നിലനിർത്തുകയും ഇത് ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാറട്ടെ. ആരെല്ലാം ഇതിനെ ഊതിക്കെടുത്താനും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ തച്ചുടക്കാനും ആരെല്ലാം മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവരെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ തമ്പുരാൻ. അള്ളാഹു അവരെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെയും ബിസ്മിയെയും നീ കാത്തുരക്ഷിക്കട്ടെ തമ്പ്. അതിലേ ഈ സാധുക്കളായ പാവങ്ങളായ യതീമുകളെയും വിധവകളെയും രോഗികളെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്ന വളരെ അവരുടെ മാത്രം ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന ഈ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയെ ആരെല്ലാം തളർത്താൻ ശ്രമിക്കുന്നോ അവരെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അതല്ല അറിയാതെയാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയും യഥാർത്ഥ പാതയിലേക്ക് നീ അവരെ കൊണ്ടുവരികയും ചെയ്യണേ തമ്പുരാനെ. റബ്ബേ, നീ ഞങ്ങളെ നിൻ്റെ ഈ പ്രവർത്തനത്തിൽ അടിയുറച്ച് നിർത്തുകയും കൂടുതൽ സമയവും ആരോഗ്യം സമ്പത്തും ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിച്ചു പോകുന്നതിന് മുമ്പിൽ ഒരടയാളപ്പെടുത്തൽ ഈ ലോകത്ത് നടത്തിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.